ഈ പറയുന്ന പോലെ അദ്ദേഹം സ്വയം ജയിലിൽ കിടന്നു എന്നുള്ളത് മാത്രമല്ല, എത്ര തലമുറകളെ സ്വാധീനിച്ചു. അതായത് അദ്ദേഹം എഴുതിയ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നുള്ള പുസ്തകം, അത് ആദ്യം ഭിക്കാജി കാമ, മാഡം കാമ ഇറക്കുന്നു. അതിനുശേഷം ലാലാ ഹർദയാൽ ഗദർ പാർട്ടി ഇറക്കുന്നു, വിപ്ലവകാരികളായിട്ടുള്ള ഗദർ പാർട്ടി ഇറക്കുന്നു. മൂന്നാമത് ഇറക്കുന്നത് സർദാർ ഭഗത് സിംഗ് ആണ്. അപ്പോൾ അങ്ങനെ എത്രയോ വിപ്ലവകാരികളെ സ്വാധീനിച്ച പുസ്തകം എഴുതി. അദ്ദേഹത്തിൻ്റെ 4-5 പുസ്തകങ്ങൾ 1947 ശേഷം മാത്രമാണ് പുറം ലോകം കണ്ടത്. അങ്ങനെ ബ്രിട്ടീഷുകാർ നിരോധിച്ച പുസ്തകങ്ങളായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പേ നിരോധിക്കപ്പെട്ടത്. അതെ അതെ, അതിൻ്റെ കോപ്പി വേറെ വഴിക്ക് വന്ന് അങ്ങനെയാണ് ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അത് വന്ന വഴിയൊക്കെ എന്ന് വെച്ചാൽ അത്രയും വിപ്ലവകരമായ രീതിയിലാണ് അത് ഒളിച്ചു കടത്തി കൊണ്ടുവന്നതാണ് അതിൻ്റെ മാനുസ്ക്രിപ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഇന്ത്യ ചരിത്രത്തിലെ സംബന്ധിച്ചിടത്തോളം ശിപായി ലഹള എന്ന പേരിൽ അവഹേളിക്കപ്പെട്ട ഒരു സമരമായിരുന്നു അത്. 1857 സമരത്തെ വെറും ശിപായി ലഹള എന്ന പേരിൽ അവഹേളിക്കപ്പെട്ട ഒരു സമരത്തെ അത് ശിപായി ലഹളയല്ല, അത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് എന്ന് സ്ഥാപിച്ച് ആ സ്വാതന്ത്ര്യ സമരത്തിന് അന്തസ്സും ആ സ്വാതന്ത്ര്യ സമരത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിഗ്നിഫൈഡ് പൊസിഷൻ നൽകിയത് സത്യത്തിൽ സവർക്കറാണ്. അതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചത് ആദ്യം ആരാ? സവർക്കറാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നരേറ്റീവ് കൊണ്ടുവന്നത് സവർക്കറാണ്. അപ്പോൾ ആ സവർക്കറിനെയാണ് ഈ രീതിയിൽ അവഹേളിക്കുന്നത്. മാപ്പപേക്ഷ എന്നുള്ള ഒരു നിസ്സാര അല്ലെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ള ഒരു ആരോപണം, ക്ലെമൻസി പെറ്റീഷൻ കൊടുക്കാതെ ആൻഡമാൻ ജയിലിൽ നിന്ന് ആരും പുറത്തു വന്നിട്ടില്ല. ഇതിനകത്ത് ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പലപ്പോഴും ചോദ്യങ്ങൾ ഇപ്പോൾ പെറ്റീഷൻ കൊടുത്ത് ഞാനിപ്പോൾ ചിലരെയൊക്കെ പറയാം. ഈ പുറത്തു വന്ന ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, ഞാൻ എസ് ഐ ഡാങ്കയുടെ പേര് പറഞ്ഞു. എസ് ഐ ഡാങ്കെ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷുകാരുമായി ഉണ്ടാക്കിയിട്ടുള്ള ഒത്തുതീർപ്പിനെ തുടർന്ന് അവരുമായി ഉണ്ടാക്കിയ ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ നേതാക്കന്മാർ ആരൊക്കെ പുറത്തു വന്നു എന്ന് പറയാം. ഹസാരിബാഗ് ജയിലിൽ നിന്ന് സുനിൽ മുഖർജി മാത്രമല്ല, രാഹുൽ സാങ്കൃത്യായൻ. ലക്നൗ സെൻട്രൽ ജയിലിൽ നിന്ന് സജ്ജത് സാഹിർ. ബറീലി സെൻട്രൽ ജയിലിൽ നിന്ന് AK ഘോഷ്, RD ഭരദ്വാജ്, ഷൈർ, രമേശ് ചന്ദ്രസിൻഹ, DN മജൂംദാർ, HD മാളവ്യ. യാർവാദ സെൻട്രൽ ജയിലിൽ നിന്ന് SI ഡാങ്കെ, സോളിയസ് ബട്ലിവാല, BT രണദിവെ, SG പാത്കർ, SS മിറാജ്കർ. ആ മിറാജ്കറാണ് ബോംബെ മേയറായിട്ടിരിക്കുമ്പോൾ സവർക്കറെ സ്വീകരിച്ച് മാലയിട്ടത്. വെല്ലൂർ സെൻട്രൽ ജയിലിൽ നിന്ന് SV ഘാട്ടെ, ASK അയ്യങ്കാർ എന്നീ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ 1942 ജനുവരി 25 മാർച്ച് 11 ഇടയ്ക്ക് മോചിതരായി. എന്തുകൊണ്ട് മോചിതരായി ഇവർ? എന്താണ് ഇവർ തമ്മിലുള്ള ഡീലായിരുന്നത്? എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ മാത്രം മോചിപ്പിച്ചത്? അപ്പോൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ മാപ്പപേക്ഷയുടെയും ഇതും പറഞ്ഞിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തെ തകർക്കാനും റദ്ദ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ്. ഇത് ഇപ്പോൾ വന്ദേമാതരത്തോടുള്ള എതിർപ്പിനെക്കുറിച്ച് തുടക്കത്തിൽ വായുജിത്ത് പറഞ്ഞു. ഇത് വന്ദേമാതരവും ഇതേപോലെ തന്നെയാണ്. രാജ്യത്തിൻ്റെ സ്വാഭിമാനവും സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനെ മുഴുവൻ തകർക്കുക, ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭാരതത്തിൽ ഒരു വിഭാഗം ആളുകൾ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത് സവർക്കറിനെതിരായിട്ടുള്ള വിരോധമായാലും വന്ദേമാതരത്തിനെതിരായിട്ടുള്ള വിരോധമായാലും ഇതെല്ലാം ഒരേ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഒരേ സ്കൂൾ ഓഫ് തോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നിസ്സാരമായിട്ട് കാണാൻ സാധ്യമല്ല. ഇത് രാജ്യത്തിനെതിരായി നടക്കുന്ന യുദ്ധമാണ്, രാഷ്ട്രത്തിനെതിരായി നടക്കുന്ന യുദ്ധമാണ്. അത് തിരിച്ചറിയാൻ